ഓക്കെ, നമുക്ക് നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം, മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പൊ ഇതിനു മുമ്പുള്ള ചാപ്റ്റർ, അതായത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ മോഷൻ നിങ്ങൾ കൃത്യമായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നോക്കൂ, നമ്മൾ ഇനി വൺ ഡയമെൻഷണൽ മോഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നോക്കൂ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഈ നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്നതിലുപരി നിങ്ങളൊരു സർഫസിലൂടെ സഞ്ചരിക്കുകയാണ് അല്ലേ. അതായത് 1D മോഷൻ എന്നത് 2D മോഷൻ ആകുന്നു. അതായത് ഞാനിപ്പോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഉദാഹരണം എന്താണ്, ഒരു കാർ ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ പോകുന്നു, ഒരു ഉറുമ്പ് നോക്കൂ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുന്നു. എന്നാൽ ഒരു ഉറുമ്പ് ഒരു സർഫസിലൂടെ പോകുമ്പോഴോ അത് 1 ഡയമെൻഷണൽ മോഷൻ അല്ല, അത് 2 ഡയമെൻഷണൽ മോഷൻ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ പ്ലെയിനാർ മോഷൻ ആണ്, അല്ലെങ്കിൽ പ്ലെയിനിലെ മോഷൻ ആണ്. സോ നമ്മൾ 1 ഡയമെൻഷണൽ മോഷനിൽ നിന്നും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി എങ്ങോട്ട് വന്നിരിക്കുകയാണ്, ചാപ്റ്റർ 4ലേക്ക് വന്നിരിക്കുന്നു, മോഷൻ ഇൻ എ പ്ലെയിൻ. നോക്കൂ, ഇതിൽ ആദ്യമായി നമ്മൾ പരിചയപ്പെടേണ്ട കൺസെപ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ സ്കെയിലാറുകളും വെക്ടറുകളും എന്താണ്. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് സ്കെയിലാർസ്, എന്താണ് വെക്ടേഴ്സ്. അപ്പൊ നോക്കൂ, നിങ്ങൾക്കറിയാം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെ എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമുക്ക് ബ്രോഡായി 2 രീതിയിൽ തരംതിരിക്കാവുന്നതാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്നും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്നും പറഞ്ഞു. അത് ബ്രോഡസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ 2 കാറ്റഗറിയാക്കി മാറ്റുന്നു. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന രീതി എന്താണെന്ന് ഞാൻ വഴിയെ വിശദീകരിക്കാം. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ 2 കാറ്റഗറിയായി തരംതിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സ്കെയിലാർ ക്വാണ്ടിറ്റികളും വെക്ടർ ക്വാണ്ടിറ്റികളും. എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമാണോ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് 2 രീതിയിൽ തരംതിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ചില ക്വാണ്ടിറ്റികൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണൂ, ഇന്ന ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റികൾ നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ ചില ക്വാണ്ടിറ്റികൾ സമ്പൂർണ്ണമാകണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്നതിലുപരി, അതിന്റെ ക്വാണ്ടിറ്റി എന്നതിലുപരി അത് ഏത് ഡയറക്ഷനിലൂടെ പോകണം, ഏത് ഡയറക്ഷനിലായിരിക്കണം എന്ന് സ്പെസിഫൈ ചെയ്താൽ മാത്രമേ ആ ക്വാണ്ടിറ്റി മീനിങ്ഫുൾ ആയി ഡിസ്ക്രൈബ്ഡ് ആവുകയുള്ളൂ. അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തുടങ്ങാം. സ്കെയിലാർ ക്വാണ്ടിറ്റികൾ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓൺലി. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉപയോഗിച്ച് ക്യാരക്ടറൈസ് ചെയ്യപ്പെടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. സ്കെയിലാർ ക്വാണ്ടിറ്റികൾ ഓർഡിനറി ലോസ് ഓഫ് ഓൾജീബ്ര ഒബേ ചെയ്യുന്നു. ഓർഡിനറി ലോസ് ഓഫ് ഓൾജീബ്ര ഒബേ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്കെയിലാർ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തമായ സ്കെയിലാർ ക്വാണ്ടിറ്റികളല്ല. ഫോർ എക്സാമ്പിൾ, ടെമ്പറേച്ചർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ ടെമ്പറേച്ചർ എന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലെങ്തുമായി ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? ഒരേ യൂണിറ്റ് അല്ല. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച ഒരേ യൂണിറ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഒരേ ഡയമെൻഷനുകൾ ഉള്ള ക്വാണ്ടിറ്റികൾ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്കിപ്പോൾ 1 കെൽവിൻ ടെമ്പറേച്ചർ പ്ലസ് 3 കെൽവിൻ ടെമ്പറേച്ചർ, അത് രണ്ടും നമുക്ക് കൂട്ടാം. അത് രണ്ടും എന്ന് വെച്ചാൽ ഒരേ യൂണിറ്റ് ഉള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള സ്കെയിലാർ ക്വാണ്ടിറ്റികൾ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാൻ പറ്റും. അത് വെറുതെ ഓർഡിനറി ഓൾജീബ്രായിക് ലോസ് പോലെ 1+1 പോലെ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാൻ പറ്റും. അതാണ് സ്കെയിലാർ ക്വാണ്ടിറ്റികളുടെ പ്രത്യേകത. അപ്പൊ നോക്കിക്കേ, എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഒരു നമ്പർ മാത്രം പറഞ്ഞാൽ പോരെ, അതിന്റെ യൂണിറ്റും കൂടെ ചേർന്ന്. വെറുതെ ഒരു നമ്പർ പറഞ്ഞാൽ മതി. ഇപ്പോ 300 മീറ്റർ, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് പാത്ത് ലെങ്ത്. ഡിസ്പ്ലേസ്മെന്റ് ഞാൻ പറയുന്നില്ല, പാത്ത് ലെങ്ത്. അല്ലെങ്കിൽ ടൈം ഈസ് 1 സെക്കൻഡ്, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 1 സെക്കൻഡ് 2 സെക്കൻഡ്, ടോട്ടൽ ടൈം എത്ര? 1 + 2 സെക്കൻഡ് 3 സെക്കൻഡ്. അതെങ്ങനെ ഓർഡിനറി ലോസ് ഓഫ് ഓൾജീബ്ര ഉപയോഗിച്ച് ചെയ്യാം? ഓക്കെ, അതൊരു ഡയറക്ഷൻലെസ് ക്വാണ്ടിറ്റിയാണ്, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ കംപ്ലീറ്റ് ആയി സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു നമ്പർ മാത്രം സ്റ്റേറ്റ് ചെയ്താൽ മതി അതിന്റെ യൂണിറ്റിനോട് കൂടി. സോ സ്കെയിലാർ ക്വാണ്ടിറ്റി ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ മിയർലി സ്റ്റേറ്റിംഗ് എ നമ്പർ.
അപ്പൊ നോക്കിക്കേ, സ്കെയിലാർ ക്വാണ്ടിറ്റികളുടെ ചില എക്സാമ്പിളുകൾ നമ്മൾ താഴെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, മാസ്, വോളിയം, സ്പീഡ്, ഡെൻസിറ്റി, നമ്പർ ഓഫ് മോൾസ്, ആംഗുലാർ ഫ്രീക്വൻസി, ടെമ്പറേച്ചർ, പ്രഷർ, ടൈം, പവർ, ടോട്ടൽ പാത്ത് ലെങ്ത്, എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ചാർജ്, സ്പെസിഫിക് ഹീറ്റ്. ഇത് മുഴുവൻ പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, കുറെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ കേട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഡെൻസിറ്റി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. മാസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ഇല്ല. വോളിയം ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. നമ്പർ ഓഫ് മോൾസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചർ കണ്ടോ, വളരെ പ്രധാനപ്പെട്ടത്, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ടൈം ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ടോട്ടൽ പാത്ത് ലെങ്ത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പ്രഷർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എനർജി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്യണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അവയുടെ ക്വാണ്ടിറ്റി മാത്രം മതി, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം എന്നില്ല. ഡയറക്ഷൻലെസ് ക്വാണ്ടിറ്റികളാണ്, ഏത് ഡയറക്ഷനിലും ഒരേ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റികൾ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇനി എന്താണുള്ളത്, അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ അല്ലെങ്കിൽ പിന്നെ ഡയറക്ഷന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട പിന്നെ എന്താണ് ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ സ്കെയിലാർ ക്വാണ്ടിറ്റികൾ എന്നും വെക്ടർ ക്വാണ്ടിറ്റികൾ എന്നും തരംതിരിച്ചിരിക്കുകയാണ്. അതിൽ സ്കെയിലാർ ക്വാണ്ടിറ്റികൾ എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റികൾ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റികളെ സ്പെസിഫൈ ചെയ്യാൻ ഡയറക്ഷൻ മാത്രം മതിയെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റികളെ സ്പെസിഫൈ ചെയ്യാൻ ഡയറക്ഷനും വേണം, മാഗ്നിറ്റ്യൂഡും വേണം. അതായത് ക്വാണ്ടിറ്റി വേണം, ഏത് ഡയറക്ഷനിലാണ് എന്ന് സ്പെസിഫൈ ചെയ്യുകയും വേണം. എന്നാലേ ആ ക്വാണ്ടിറ്റികൾ മീനിങ് ആവുകയുള്ളൂ. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഈ വെക്ടർ ക്വാണ്ടിറ്റികളെ നമ്മൾ ബ്രീഫ്ലി വെക്ടേഴ്സ് എന്ന് വിളിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്കെയിലാർ ക്വാണ്ടിറ്റികൾ നിങ്ങൾ സ്കെയിലാർസ് എന്നും വിളിക്കാം. സോ ടെമ്പറേച്ചർ ഇസ് എ സ്കെയിലാർ, മാസ് ഇസ് എ സ്കെയിലാർ, വോളിയം ഇസ് എ സ്കെയിലാർ, പ്രഷർ ഇസ് എ സ്കെയിലാർ, ടൈം ഇസ് എ സ്കെയിലാർ. അപ്പോൾ നോക്കിക്കേ, വെക്ടർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു വെക്ടർ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ വെറുതെ ഒരു നമ്പർ മാത്രം സ്റ്റേറ്റ് ചെയ്താൽ പോരാ, പിന്നെ എന്തും കൂടെ സ്റ്റേറ്റ് ചെയ്യണം, അതിന്റെ ഡയറക്ഷനും കൂടി നമ്മൾ പറയണം. ഓക്കെ, എന്നാൽ സ്കെയിലാർ ക്വാണ്ടിറ്റികൾ എങ്ങനെയാണ്? പിന്നെ ഒരു മിയർ നമ്പർ സ്റ്റേറ്റ് ചെയ്താൽ സ്കെയിലാർ ക്വാണ്ടിറ്റികൾ ഡിസ്ക്രൈബ്ഡ് ആയി. എന്നാൽ വെക്ടർ ക്വാണ്ടിറ്റികളോ ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഡയറക്ഷനും കൂടി വരുന്നത് കൊണ്ട് ഓർഡിനറി ലോസ് ഓഫ് ഓൾജീബ്ര ഉപയോഗിച്ചുകൊണ്ട് വെക്ടറുകളെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഡയറക്ഷൻ എന്താണ്? ഐഡിയ ഓഫ് ഡയറക്ഷൻ, ഡയറക്ഷന്റെ ഐഡിയയും കൂടി വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 1 + 1 = 2 എന്ന രീതിയിലുള്ള ഓർഡിനറി ലോസ് ഓഫ് ഓൾജീബ്ര ഉപയോഗിച്ചുകൊണ്ട് വെക്ടറുകളെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേക നിയമങ്ങളുണ്ട്. ട്രയാങ്കുലാർ ലോ ഓഫ് വെക്ടർ അഡീഷൻ, പിന്നെന്താണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, പോളിഗൺ ലോ മുതലായ ഗ്രാഫിക്കൽ മെത്തേഡുകളുണ്ട്. മറ്റ് ചില അനലറ്റിക്കൽ മെത്തേഡുകളുണ്ട്. അത് നമുക്ക് വഴിയെ കൃത്യമായി പഠിക്കാം. അപ്പോൾ ഓർഡിനറി ലോസ് ഓഫ് ഓൾജീബ്ര ഉപയോഗിച്ചുകൊണ്ട് വെക്ടർ ക്വാണ്ടിറ്റികളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ അവർ ഒബേ ചെയ്യില്ല. കാര്യം എന്താണ്? മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, ഡയറക്ഷനും കൂടി ചേർത്തിട്ടുള്ള ഒരു മെക്കാനിസം വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇവിടെ ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റികൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഡയറക്ഷനും സ്പെസിഫൈ ചെയ്യണം, മാഗ്നിറ്റ്യൂഡും സ്പെസിഫൈ ചെയ്യണം. വെക്ടർ ക്വാണ്ടിറ്റികളുടെ ചില ഉദാഹരണങ്ങൾ നോക്കൂ. എന്തൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി, ആക്സിലറേഷൻ, ഇമ്പൾസ്, ഫോഴ്സ്, ആംഗുലർ മൊമെന്റം, ലീനിയർ മൊമെന്റം, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് മൊമെന്റ്, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ വെക്ടറുകളുടെ ഉദാഹരണങ്ങൾ നോക്കൂ. എന്തൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ, ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഉള്ള പിന്നെ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇനിഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെയുള്ള ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കാണ് അതിന്റെ ഡയറക്ഷൻ. അങ്ങനെയുള്ള എന്താണ് ലെങ്ത് ആണ് അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻ അവിടെ ഉണ്ട്. വെലോസിറ്റി നോക്കൂ, സ്പീഡിനെ സ്പെസിഫൈഡ് ഡയറക്ഷൻ ആണ് വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി അത് നമ്മൾ കൃത്യമായി പഠിക്കും, ദാറ്റ് ഈസ് എ വെക്ടർ. ആക്സിലറേഷൻ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഇമ്പൾസ് ഫോഴ്സിന്റെ ടൈമാണ്, ഒരു ഡയറക്ഷൻ ഉണ്ട്. ഫോഴ്സിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ആംഗുലർ മൊമെന്റത്തിന് ഡയറക്ഷൻ ഉണ്ട്. മാഗ്നിറ്റ്യൂഡും ഉണ്ട് കേട്ടോ, എല്ലാത്തിനും മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ ഡയറക്ഷനും കൂടി ഉണ്ട്. ലീനിയർ മൊമെന്റം ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ട്.
മാഗ്നറ്റിക് മൊമെന്റ്, അതൊക്കെ നമ്മൾ അടുത്ത വർഷം പഠിക്കുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് മൊമെന്റ്, മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്താണ്, പിന്നെ അടുത്ത വർഷം പഠിക്കുന്നതാണ്. ദീസ് ആർ ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റികളാണ്. ഡയറക്ഷൻ മാത്രമല്ല മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടി ഉള്ള പിന്നെ ക്വാണ്ടിറ്റികളെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നു. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, കൃത്യമായി മനസ്സിലായല്ലോ. ഇനി നോക്കൂ, സ്കെയിലാറുകളും വെക്റ്ററുകളും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മളൊരു കമ്പാരിസൺ രീതിയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. നോക്കി, സ്കെയിലാർസ്, വെക്റ്റേഴ്സ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ദീസ് പോസസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. നോക്കൂ, സ്കെയിലാർ ക്വാണ്ടിറ്റികൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, പക്ഷെ വെക്റ്റർ ക്വാണ്ടിറ്റികളോ ദീസ് പോസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. കണ്ടോ? ഇനി രണ്ടാമത് നോക്കൂ, ദീസ് ഒബേ ദ ഓർഡിനറി ലോസ് ഓഫ് ഓൾജീബ്ര. സ്കെയിലാറുകൾ എന്ത് ചെയ്യുന്നു? ഓർഡിനറി ലോസ് ഓഫ് ഓൾജീബ്ര ഒബേ ചെയ്യുന്നു. എന്ന് വെച്ചാൽ 1 + 1 = 2 എന്നുള്ള രീതിയിൽ നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റികളെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റികളോ ഓർഡിനറി ലോസ് ഓഫ് ഓൾജീബ്ര ഒബേ ചെയ്യില്ല. അവയ്ക്ക് പ്രത്യേക നിയമങ്ങൾ ഉണ്ട് വെക്റ്ററുകൾക്ക്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കൂ, ദീസ് ചേഞ്ച് ഇഫ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ്. അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റികൾ ചേഞ്ച് ചെയ്യും എപ്പോൾ? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രം. കാര്യം അവയ്ക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റികൾ നിങ്ങൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തും ചേഞ്ച് ചെയ്യാം, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തും ചേഞ്ച് ചെയ്യാം, രണ്ടും കൂടി ഒരുമിച്ച് ചേഞ്ച് ചെയ്തും ചേഞ്ച് ചെയ്യാം. അതായത് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമല്ല വെക്റ്റർ ക്വാണ്ടിറ്റികൾ ചേഞ്ച് ചെയ്യപ്പെടുന്നത്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യപ്പെടുമ്പോഴും ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ സ്കെയിലാർ ക്വാണ്ടിറ്റികൾക്ക് ഡയറക്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ അവ ചേഞ്ച് ചെയ്യപ്പെടുകയുള്ളൂ. ഇനി നാലാമത്തെ നോക്കൂ, ദീസ് ആർ റെപ്രസെന്റഡ് ബൈ ഓർഡിനറി ലെറ്റേഴ്സ്. സ്കെയിലാർ ക്വാണ്ടിറ്റികൾ നമുക്ക് ഓർഡിനറി ലെറ്ററുകൾ കൊണ്ട് സൂചിപ്പിക്കാം. ഇപ്പൊ A, B, C മുതലായ കാര്യങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം, ഓർഡിനറി ലെറ്റേഴ്സ്. പക്ഷേ സൂചിപ്പിക്കാൻ എന്ന് വെച്ചാൽ സിംബലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഓർഡിനറി ലെറ്റേഴ്സ് ആണ്. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോൾഡ് ഫേസ്ഡ് ലെറ്റേഴ്സ്. ഈ ഒരു പിന്നെ ചാപ്റ്ററിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് നോക്കി അറിയാം, ബോൾഡ് ആയി കൊടുത്തിരിക്കുന്നു, നല്ല കട്ടി അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നതെല്ലാം വെക്റ്ററുകളാണ്. ഇല്ലെങ്കിൽ കട്ടി അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നു എന്നതിലുപരി നിങ്ങൾ നോക്കൂ, ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് വെക്റ്ററിനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് A ഒരു വെക്റ്റർ ആണ് എങ്കിൽ ബോൾഡ് ഫേസിൽ കൊടുത്താൽ അതൊരു വെക്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. ബോൾഡ് ഫേസിൽ കൊടുക്കാതെ എന്താണ്, അതിന്റെ മുകളിൽ ഒരു ആരോ കൊടുത്തിരിക്കുന്നു, ലെറ്ററിന്റെ മുകളിൽ ഒരു ആരോ കൊടുത്താൽ നിങ്ങൾ മനസ്സിലാക്കണം അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന്റെ ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പോസിറ്റീവ് ഡയറക്ഷനോ നെഗറ്റീവ് ഡയറക്ഷനോ ഒന്നും ഉദ്ദേശിക്കരുത്. ഇത് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്ന, ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റികളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ആരോ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ റെപ്രസെന്റഡ് ബൈ ബോൾഡ് ഫേസ്ഡ് ലെറ്റേഴ്സ് ഓർ ലെറ്റേഴ്സ് ഹാവിംഗ് ആരോ ഓവർ ദം. ഓക്കെ, കൃത്യമായി മനസ്സിലായല്ലോ ഈ രണ്ട് വ്യത്യാസങ്ങൾ. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ നോട്ടിലേക്ക് ആക്കുക, കൃത്യമായി പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഒരു വെക്റ്ററിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നോക്കൂ, ഒരു വെക്റ്ററിനെ നിങ്ങൾക്ക് ഒരു ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം വിത്ത് ആൻ ആരോ ഹെഡ്. നോക്കൂ, ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ്, ഒരു ആരോ ഹെഡും കൂടി കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റി ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ PQ എന്ന ഈ ലൈൻ സെഗ്മെന്റ് വിത്ത് ആൻ ആരോ ഹെഡ് ഒരു വെക്റ്റർ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ A. സ്മോൾ a ആണ്, ക്യാപിറ്റലും കൊടുക്കാം. ബോൾഡ് ആണെങ്കിൽ, ഇപ്പൊ ബോൾഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ടെക്സ്റ്റിൽ അത് മനസ്സിലാക്കാം. ഇവിടെ നമ്മളെല്ലാം ഒരു ലെറ്ററും അതിന് മുകളിൽ ഒരു ആരോ ഹെഡും ഇതുപോലെ കൊടുത്താൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഈ ആരോയുടെ നീളം ആ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് വെക്റ്ററുകൾ ഇങ്ങനെ ഉണ്ട്, ഇതിൽ ഏതാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ഇതാണ്. രണ്ടിന്റെ ഡയറക്ഷൻ സെയിം തന്നെയാണ്, കണ്ടില്ലേ? ഇപ്പൊ രണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിലും മാഗ്നിറ്റ്യൂഡ് ഏതിനാണ് വലുത്? ഇതിനാണ് വലുത്. അപ്പോൾ ആ ആരോയുടെ നീളം സൂചിപ്പിക്കുന്നത് ആ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡിനെ ആയിരിക്കും. സിമ്പൽ എങ്ങനെ കൊടുക്കാം? നിങ്ങൾക്ക് എങ്ങനെ സിമ്പലൈസ് ചെയ്യാം? നോക്കൂ, ഇതുപോലെ സിമ്പലൈസ് ചെയ്യാം. വെക്റ്റർ B എന്ന് കൊടുക്കാം, വെക്റ്റർ C എന്ന് കൊടുക്കാം, എന്ത് വേണോ കൊടുക്കാം. അപ്പൊ മോളിൽ ഒരു ആരോ സൂചിപ്പിക്കണം, അതൊരു വെക്റ്റർ ആണെങ്കിൽ, വെക്റ്റർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ആരോ ഹെഡ് കൊടുക്കണം, എന്നാലേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നോക്കൂ, എ വെക്റ്റർ ഈസ് റെപ്രസെന്റഡ് ബൈ എ ലൈൻ സെഗ്മെന്റ് വിത്ത് ആൻ ആരോ ഹെഡ്. ഇൻ ദ ഫിഗർ എ വെക്റ്റർ A ഈസ് റെപ്രസെന്റഡ് ബൈ എ ലൈൻ സെഗ്മെന്റ് PQ. കണ്ടോ, PQ എന്ന ലൈൻ സെഗ്മെന്റ് ആണ് ഈ വെക്റ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വിത്ത് ആൻ ആരോ ഹെഡ്. The length of the line segment gives the magnitude of the vector. വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്? ഈ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ്. എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് 30 മീറ്റർ നീളം
എന്ന് വെച്ചാൽ അതിന് ആനുപാതികമായി വരയ്ക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ വരച്ചതിന് നിങ്ങൾ പറയുന്നു ഇതിന് 30 പിന്നെന്താണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് നിങ്ങൾ ഇവിടെ വരച്ചിരിക്കുന്നത്, ഇത് 15 മീറ്റർ ആണ് എന്ന് വെച്ചാൽ 30-ന് 30 സെന്റിമീറ്റർ തന്നെ വരയ്ക്കണമെന്നൊന്നും ഇല്ല. അത് ജസ്റ്റ് ഒന്ന് സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ നീളം കൂടി പറയുന്നത്. നീളം കൂടിയ ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും കൂടുതലായിരിക്കും എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മാത്രം മതി. അപ്പൊ നോക്കൂ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ഈസ് കോൾഡ് ദ മോഡുലസ് ഓഫ് ദ വെക്ടർ. നോക്കൂ, ഒരു വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ട്. ഇപ്പൊ നോക്കി, ഈ ബി എന്നുള്ള വെക്ടറിന് ഡയറക്ഷൻ ഉണ്ട്, ഇതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഈ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് നിങ്ങൾ വിളിക്കുന്ന പേരാണ് മോഡുലസ്. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈ വെക്ടറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇങ്ങനെയാണ്. മോഡുലസ് ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഈ വർഷം അപ്പോൾ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിന്റെ മോഡുലസ് ആണ്. അതിനെ എങ്ങനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, കണ്ടോ. ദിസ് ഈസ് ദ മോഡുലസ് ഓഫ് ദ വെക്ടർ ബി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ദ ഡയറക്ഷൻ ഓഫ് ദ ആരോ റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ. ഈ വെക്ടറിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് അതിന്റെ മുകളിൽ ഒരു ഓവർ ഹെഡ് ആരോ. നോക്കൂ, ദ പോയിന്റ് പി ഫ്രം വെയർ ദ ആരോ സ്റ്റാർട്ട്സ് ഈസ് കോൾഡ് ദ ടെയിൽ ഓർ ഇനിഷ്യൽ പോയിന്റ് ഓർ ഒറിജിൻ ഓഫ് ദ വെക്ടർ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, ഈ ലൈൻ സെഗ്മെന്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഈ പിയിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ഈ വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നുമാണ്. ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടറിന്റെ ടെയിൽ അല്ലെങ്കിൽ ഒറിജിൻ അല്ലെങ്കിൽ ഇനിഷ്യൽ പോയിന്റ് എന്ന് വിളിക്കും. ഇനിഷ്യൽ പോയിന്റ് ടെയിൽ അല്ലെങ്കിൽ ഒറിജിൻ. ടെയിൽ എന്ന് വിളിക്കൂ, ഇതിന് ടെയിൽ എന്ന് വിളിക്കും. ഓക്കെ, ഇനി പോയിന്റ് ക്യൂ, അതായത് ഈ വെക്ടർ വന്ന് തീരുന്ന സ്ഥലം. നോക്കൂ, ഈ വെക്ടറിന്റെ ടിപ്പ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെഡ് അല്ലെങ്കിൽ ടിപ്പ് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ് അല്ലെങ്കിൽ ടെർമിനസ്. കണ്ടോ, ഹെഡ്, ടിപ്പ്, ഹെഡ്, ടെർമിനൽ പോയിന്റ് അല്ലെങ്കിൽ ടെർമിനസ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ടെയിലാണ്, ഇത് ഹെഡാണ്. മറക്കരുത്, ടെയില് ഹെഡ്. ഒരു വെക്ടറിന്റെ ടെയിലാണ്, ഇത് ഹെഡാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, പുസ്തകങ്ങളിൽ ഇൻ ബുക്സ് വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ബോൾഡ് ലെറ്റേഴ്സ്. ബോൾഡ് സംടൈംസ്, ചിലപ്പോ ബോൾഡ് ഫേസ്ഡ് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വെക്ടർ എ എന്നതിനെ നിങ്ങളുടെ NCERT പാഠപുസ്തകം നോക്കൂ, ഇങ്ങനെ കടുപ്പത്തിൽ കാണിക്കും, ബോൾഡ് ആയിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് അത് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഈ റിട്ടൺ നോട്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോൾഡ് ആയിട്ട് പറ്റും, എപ്പോഴും കാണിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സിംബലിന് മുകളിൽ ഒരു ആരോ ചിഹ്നം കൊടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു വെക്ടർ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ടെയില്, ഹെഡ്, ഇനിഷ്യൽ പോയിന്റ്, ഇത് ഫൈനൽ പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ് അല്ലെങ്കിൽ ടെർമിനസ്. ലെങ്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നു, ഈ ആരോ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അടുത്തത് വെക്ടറുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ആണ്. ഒന്നാമത്തതാണ് കൊളീനിയർ വെക്ടേഴ്സ്. എന്താണ് കൊളീനിയർ വെക്ടേഴ്സ്? നോക്കൂ, ഒരേ ലൈനിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പാരലൽ ലൈനുകളിൽ ആക്ട് ചെയ്യുന്ന വെക്ടറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളീനിയർ വെക്ടേഴ്സ്. എന്ന് വെച്ചാൽ ഒരേ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ ഡയറക്ഷനിലാകാം. ഇതുപോലെ രണ്ട് വെക്ടറുകളാണ്, ഒരേ ഡയറക്ഷനിലാകാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആകാം. എന്ന് വെച്ചാൽ ഒരേ ലൈനിലായിരിക്കണം അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആയിരിക്കണം. അതിന്റെ കാരണം നമ്മൾ പറയാം എന്താണെന്ന്. അപ്പൊ അങ്ങനെയുള്ള വെക്ടറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളീനിയർ വെക്ടേഴ്സ്. ഒന്ന് വായിക്കാൻ ഡെഫിനിഷൻ. ദോസ് വെക്ടേഴ്സ് വിച്ച് ആക്ട് ഐദർ അലോങ് ദ സെയിം ലൈൻ ഓർ അലോങ് പാരലൽ ലൈൻസ് ആർ കാൾഡ് കൊളീനിയർ വെക്ടേഴ്സ്. ദീസ് വെക്ടേഴ്സ് മേ ആക്ട് ഐദർ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഇനി ആ കൊളീനിയർ വെക്ടറുകളെ ജനറലൈസ്ഡ് കേസാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരേ ലൈനിലുള്ള ആക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പാരലൽ ലൈനുകളിലായിരിക്കാം കിടക്കുന്നത്. അങ്ങനെയുള്ള വെക്ടറുകളെയാണ് ജനറലി കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. നോക്കൂ, അവയെ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പാരലൽ വെക്ടേഴ്സ്, അതായത് രണ്ട് കൊളീനിയർ വെക്ടറുകൾ ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ അവയെ നമ്മൾ പാരലൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. ഒരേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവ രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി അല്ലേ?
ഇവ രണ്ടും തമ്മിൽ ആംഗിൾ ഉണ്ടോ? ഇല്ല, 0 ഡിഗ്രിയാണ്. സോ ഇഫ് ടു കൊളീനിയർ വെക്ടേഴ്സ് എ ആൻഡ് ബി ആക്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0 ഡിഗ്രി. ഇതാണ് പാരലൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ പാരലൽ വെക്ടേഴ്സ് എന്ന് പറയാം. കൊളീനിയർ വെക്ടറുകളുടെ ഒരു വകഭേദമാണിത്. ഓക്കെ, എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇവ തമ്മിലുള്ള ആംഗിൾ 0 ആണോ? അല്ല, 180 ഡിഗ്രിയാണ്. കണ്ടോ, 180 ഡിഗ്രിയാണ്. ഇങ്ങനെ പിന്നെ രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി അല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ അത്, 180 ഡിഗ്രി. അപ്പോൾ ഇഫ് ടു കൊളീനിയർ വെക്ടേഴ്സ് ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 180 ഡിഗ്രി ഓർ പൈ റേഡിയൻ. ദിസ് ഈസ് എ കേസ് ഓഫ് ആന്റി പാരലൽ വെക്ടേഴ്സ്. അപ്പോൾ വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ആന്റി പാരലൽ ഇഫ് ദേ ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. കണ്ടോ, ഇങ്ങനെ എയുടെ ഡയറക്ഷൻ ഇങ്ങനെ, ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെ. ഇനി ഇങ്ങനെയാണെങ്കിലോ? ഇതും ആന്റി പാരലൽ ആണ്. കണ്ടോ, എയുടെ ഡയറക്ഷൻ ഇങ്ങനെ, ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെ. അപ്പോൾ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ജനറലി എന്ത് പറയാം? ഒരേ ദിശയിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സ്. ഡയറക്ഷൻ നോക്കൂ, ഓപ്പോസിറ്റ് ആകാം, എന്നാൽ ഒരേ ലൈനിലായിരിക്കണം. ഒരേ ദിശ എന്നല്ല, ഒരേ ഡയറക്ഷൻ എന്നല്ല, ഒരേ ലൈൻ ആയിരിക്കണം. ഒന്നുകിൽ എലോങ് ദ സെയിം ലൈൻ അല്ലെങ്കിൽ എലോങ് പാരലൽ ലൈൻസ്. നോക്കൂ, എലോങ് ദ സെയിം ലൈൻ ആകാം അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആകാം. അങ്ങനെയുള്ള വെക്ടറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളീനിയർ വെക്ടേഴ്സ്. ഡയറക്ഷൻ സെയിം ഡയറക്ഷനും ആകാം, ഓപ്പോസിറ്റ് ഡയറക്ഷനും ആകാം. ഓക്കെ, അതാണ് ആദ്യത്തെ ടേം. നോക്കൂ, ഇത് 1 എന്ന് പറഞ്ഞാൽ കൊളീനിയർ വെക്ടർ ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് എ ബി എന്നുള്ളത്, പാരലൽ വെക്ടേഴ്സ് ആൻഡ് ആന്റി പാരലൽ വെക്ടേഴ്സ്. ഇനി അടുത്തത് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്താണ്? യൂണിറ്റ് വെക്ടർ രണ്ടാമത്തെ ടൈപ്പ് എന്നല്ല, നമ്മൾ ഓരോ ടേംസ് പഠിക്കുകയാണ്. യൂണിറ്റ് വെക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി വരുന്ന രണ്ട് സെക്ഷൻസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കും. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആണ്. ഓക്കെ, എന്തിനാണ് യൂണിറ്റ് വെക്ടർ ഉപയോഗിക്കുന്നത്? ഒരു ഗിവൺ വെക്ടറിന്റെ ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂണിറ്റ് വെക്ടർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നോക്കൂ, എ എന്നുള്ള ഒരു വെക്ടർ, അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. വെക്ടർ എ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എന്ന് വെച്ചാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. എന്ന് വെച്ചാൽ ഈ മാഗ്നിറ്റ്യൂഡ് സൂചിപ്പിക്കുന്നത് അതിന്റെ ക്വാണ്ടിറ്റിയാണ്, ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡാണിത്. എന്നാൽ ഈ വെക്ടറിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ ആര് ഉപയോഗിക്കുന്നു? യൂണിറ്റ് വെക്ടർ ഉപയോഗിക്കുന്നു. ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടറാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആണ്. എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡിന് ഒരു മാറ്റവും വരില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വെക്ടറുകളാണ് യൂണിറ്റ് വെക്ടർ. അതിന്റെ ഡയറക്ഷൻ, അതായത് ഈ വെക്ടറിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എ ക്യാപ്പ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് വെക്ടർ. ഇത് ക്യാപ്പ് എന്നാണ് ഇതിനെ വിളിക്കുക. ക്യാരറ്റ് സിമ്പൽ എന്നാണ് ഇതിനെ വിളിക്കുക, CARET. ഓക്കെ, so here a cap is in the direction of a. A cap is read as a hat അല്ലെങ്കിൽ a cap അല്ലെങ്കിൽ a caret. അപ്പോ ഒരു വെക്ടറിന്റെ എ എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? a cap is equal to that vector divided by അതിന്റെ മോഡുലസ് അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടും. യൂണിറ്റ് വെക്ടർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ വെക്ടറിന്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. നോക്കൂ, അപ്പോൾ സോ ഇഫ് എ ഗിവൺ വെക്ടർ ഈസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വി ഗെറ്റ് എ യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഒരു ഗിവൺ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ കിട്ടും. ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള, നോക്കൂ, ഈ വെക്ടർ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഈ എ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, ദ റെക്ടാങ്കുലാർ യൂണിറ്റ് വെക്ടേഴ്സ്. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് റെക്ടാങ്കുലാർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ആക്ച്വലി 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നോക്കൂ, XYZ. എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നിങ്ങൾ ഐ ക്യാപ്പ് എന്ന് വിളിക്കുന്നു. വൈ ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ ജെ ക്യാപ്പ് എന്ന് വിളിക്കുന്നു, സ്മോൾ ലെറ്റർ ആണ്. ഇസഡ് ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ കെ ക്യാപ്പ് എന്ന് വിളിക്കുന്നു. ഇവയെയാണ് നിങ്ങൾ റെക്ടാങ്കുലാർ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കൂ, ദ 3 റെക്ടാങ്കുലാർ യൂണിറ്റ് വെക്ടേഴ്സ് ആർ ഷോൺ ഇൻ ദ ഫിഗർ അബോവ്.
ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഒരു വെക്റ്റർ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലാണ് എങ്കിൽ ആ വെക്റ്ററിനെ നിങ്ങൾക്ക് എങ്ങനെ സൂചിപ്പിക്കാം? ആ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? നമ്മുടെ വെക്റ്റർ എക്സ് ആക്സിസിലൂടെ മാത്രം പോകുന്നതാണ്. എന്നാൽ എ ക്യാപ്പ് ഇൻറ്റു ഐ പ്ലസ് ഫോർ എക്സാമ്പിൾ 3i പ്ലസ് 4j എന്നൊരു വെക്റ്റർ ആണ് നിങ്ങൾക്ക് ഉള്ളത്. 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ വെക്റ്റർ ഒരു പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്. ഏത് പ്ലെയിനിലാണ്? എക്സ് വൈ പ്ലെയിനിൽ 2 ഡയമെൻഷൻ ആണ്. എക്സ് ആക്സിസിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? 3i. അതായത് ആ വെക്ടറിന്റെ എക്സ് കോർഡിനേറ്റ് നോക്കൂ 3 എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. വൈ കോർഡിനേറ്റ് 4 ആണ്. നോക്കൂ, ഇതിനെയാണ് നമ്മൾ റെക്ടാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഐ ജെ കെ എന്നതിനെ ഐ ക്യാപ്പ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? എക്സ് ആക്സിസിന്റെ ഡയറക്ഷനെ ഡിനോട്ട് ചെയ്യുന്നു. ജെ ക്യാപ്പ് വൈ ആക്സിസിന്റെ ഡയറക്ഷനെ ഡിനോട്ട് ചെയ്യുന്നു. കെ ക്യാപ്പ് ഇസഡ് ആക്സിസിന്റെ ഡയറക്ഷനെ ഡിനോട്ട് ചെയ്യുന്നു. ഈ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്നീ 3 യൂണിറ്റ് വെക്ടറുകളെ കളക്റ്റീവായി നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ ട്രയാഡ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ്. ട്രയാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എണ്ണം ചേരുന്നതിനെയാണ് ട്രയാഡ് എന്ന് വിളിക്കുന്നത്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി പെർപെൻഡിക്കുലർ ആയിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ ട്രയാഡ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ്. നോക്കൂ, ഐ ക്യാപ്പ് ജെ ക്യാപ്പ് പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഐ ക്യാപ്പും കെ ക്യാപ്പും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ജെ ക്യാപ്പും കെ ക്യാപ്പും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പൊ അതാണ് റെക്ടാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ്. ഇവയെ നമ്മൾ ബേസ് വെക്ടേഴ്സ് എന്നും വിളിക്കുന്നു. ദീസ് ആർ ഓൾസോ നോൺ ആസ് ബേസ് വെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ നോട്ടിൽ ജസ്റ്റ് ഒന്ന് എഴുതുക. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, റെക്ടാങ്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക എന്താണെന്ന്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം. 2 സെക്ഷൻസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, യൂണിറ്റ് വെക്ടേഴ്സിനെ കുറിച്ച്. അടുത്തത് ഫിക്സഡ് വെക്ടർ. ഫിക്സഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെക്ടറിന്റെ, നിങ്ങൾക്കറിയാം ഇതാണ് ഒരു വെക്ടർ എങ്കിൽ ഇത് അതിന്റെ ടെയിലാണ്, ഇത് അതിന്റെ ഹെഡ് ആണ് അല്ലെ? ഹെഡ്, ഇത് ടെയില്. അപ്പോ ഇനിഷ്യൽ പോയിന്റ്, ഹെഡിനെ ടെയിലിനെ ഇനിഷ്യൽ പോയിന്റ് എന്ന് വിളിക്കും. അപ്പൊ ഇനിഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ ടെയില് ഫിക്സഡ് ആയിട്ടുള്ള വെക്ടേഴ്സിനെ നിങ്ങൾ വിളിക്കുന്നു ഫിക്സഡ് വെക്ടർ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് ലോക്കലൈസ്ഡ് വെക്ടർ. അപ്പോൾ ഇനിഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ ടെയില് ഫിക്സഡ് ആയിട്ടുള്ള വെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് വെക്ടർ. എക്സാമ്പിൾ ഉണ്ട് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ആ പൊസിഷൻ വെക്ടറിന്റെ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിന്റെ ടെയിൽ എവിടെയാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഒറിജിനിലാണ്. നോക്കൂ, ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം എങ്കിൽ നോക്കൂ, ഒരു പോയിന്റിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, ഈ ഒറിജിനിൽ നിന്നും ഈ പോയിന്റ് എന്തുമാത്രം അകലത്തിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ നിന്ന് എത്ര, വൈ ആക്സിസിൽ നിന്ന് എത്ര, ഇസഡ് ആക്സിൽ നിന്ന് എത്ര, 3 കോർഡിനേറ്റുകൾ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മാത്തമാറ്റിക്സ് ഈ വർഷം തന്നെ പഠിക്കും. 3 ഡയമെൻഷണൽ ജോമെട്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. അപ്പൊ ആ വെക്ടർ കണ്ടോ, ഈ വെക്ടറിന്റെ ടെയിൽ എവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? ഒറിജിനിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് പൊസിഷൻ വെക്ടർ ഒരു ലോക്കലൈസ്ഡ് വെക്ടർ ആണ് എന്ന് പറയാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പൊസിഷൻ വെക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഇത് പറയും. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ഒരു ഫിക്സഡ് വെക്ടർ ആണ്. അതിന്റെ ഇനിഷ്യൽ നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റിലേക്കുള്ള ദൂരമല്ലേ? അപ്പോൾ വെക്ടോറിയലി നമ്മൾ പറയുമ്പോൾ ഇതിന്റെ ഇനിഷ്യൽ പോയിന്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. ഇനിഷ്യൽ പോയിന്റ് മാറി മാറി ഇരുന്നാൽ പറ്റുമോ? നമുക്ക് ഇല്ല. സോ അതിന്റെ ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഇനിഷ്യൽ പോയിന്റ് ഫിക്സ് ചെയ്യപ്പെട്ടത് കൊണ്ട്, അതിന്റെ ടെയിൽ ഫിക്സ് ചെയ്യപ്പെട്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ഫിക്സഡ് വെക്ടർ ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് വെക്ടർ ആണ് എന്ന് പറയാം. ഇനി നോക്കിക്കേ, ഫ്രീ വെക്ടർ എന്താണ്? നോക്കൂ, ഫ്രീ വെക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഫിക്സഡ് വെക്ടറിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇനിഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ ടെയിൽ ഫിക്സ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഇറ്റ് ഈസ് ദാറ്റ് വെക്ടർ ഹൂസ് ഇനിഷ്യൽ പോയിന്റ് ഓർ ടെയിൽ ഈസ് നോട്ട് ഫിക്സഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ ലോക്കലൈസ്ഡ് വെക്ടർ. മറ്റേത് ലോക്കലൈസ്ഡ് വെക്ടർ ആണെങ്കിൽ ഇത് നോൺ ലോക്കലൈസ്ഡ് വെക്ടർ ആണ്. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ, അതിന്റെ ഇനിഷ്യൽ പോയിന്റ് ഫിക്സ് ചെയ്യപ്പെട്ടാണോ പോകുന്നത്? അല്ല, വെലോസിറ്റി ഇങ്ങനെ കോൺസ്റ്റന്റ് ആയി പോവുകയാണ്, പൊസിഷൻ ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അപ്പൊ അതൊരു ഫിക്സഡ് വെക്ടർ അല്ല, ഒരിടത്ത് ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല. പിന്നെന്താണ്? ഇറ്റ് ഈസ് എ ഫ്രീ വെക്ടർ. ഓക്കെ, കൃത്യമായി മനസ്സിലായല്ലോ ഇതുവരെയുള്ള കാര്യം? ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ നോട്ടിലേക്ക് മനസ്സിലാക്കിയിട്ടൊന്ന് എഴുതുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.